അബുദാബിയിലെ ഫെരാരി വേൾഡിലേക്കൊന്ന് പോയി വരാം. വേഗം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഫെരാരി വേൾഡ് ഇഷ്ടപ്പെടും. അതിന് മാത്രമുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. ഫെരാരിയുടെ കാറുകൾ, റൈഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്നത് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഇൻ ദ വേൾഡാണ്. അതും 240 km/h ആണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ 240 km/h സ്പീഡിലേക്ക് പോകും. ഈ കാണുന്നത് ഫെരാരിയുടെ ഒരു ഹിസ്റ്ററി തന്നെയാണ്, ഫോർമുല റേസ് കാഴ്സിൻ്റെത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റൈഡ്സൊക്കെ അവിടെയുണ്ട്. ഇപ്പം ഫെരാരിയുടെ സ്പീഡിലുള്ളത് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ രസകരമായ ഇൻ്ററാക്റ്റീവായ ചില റൈഡ്സും ഇവിടെയുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് അൺയൂഷ്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും അവിടെ കാണും. And rotated 360 degrees to provide a series of tough protective layers. അതിൻ്റെ എല്ലാ സ്റ്റേജസും നമുക്ക് അതിലൂടെ കണ്ടുപോകാം. പിന്നെ ഒരു റേസിൻ്റെ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള റൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ റൈഡ്സ്. ഒപ്പം കുറച്ച് അമേസിങ് ഷോസ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ വേറൊരു വീഡിയോ തന്നെ അതിൻ്റെ ഒരു ഷോ ആയിട്ടുള്ളത് നമ്മൾ കാണിക്കാം. ഫെരാരിയുടെ പല മോഡൽസ് ഇവിടെ കാണാം. അതേപോലെ ഒരുപാട് സുവനീർ ഷോപ്സ് ഇവിടെയുണ്ട്. അപ്പം നമുക്കിനി ഫെരാരി വേൾഡിനുള്ളിലേക്ക് പോകാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്താൽ അതുമായിട്ട് നേരിട്ട് പോകാം. അതല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് വാങ്ങാം. പിന്നെ ടിക്കറ്റ് വാങ്ങിയിട്ട് അവിടെ വാലിഡേറ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ട്, ആ ഒരു ഗേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നമ്മളുടെ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് എൻട്രി ചെയ്യാം. അത്രയേ ഉള്ളൂ അതിൻ്റെ ആ ഒരു എൻട്രി പ്രോസസ്സ്. ഈ ഫെരാരി വേൾഡ് അബുദാബിയിലെ യാസ് മോളിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാനൊക്കെ എളുപ്പമാണ്. കാര്യം യാസ് മോളിൻ്റെ പാർക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാം. മോളുമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ഫെരാരി വേൾഡിലേക്ക് പോകാം. അപ്പോൾ ഇതാ പല ടൈപ്പ് ഫെരാരിയാണ് എല്ലായിടവും. ഇതൊക്കെ ഓരോ മോഡലുകൾ അവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒറിജിനലായിട്ടുള്ള ഫെരാരി കാറുകൾ തന്നെയാണിത്. ഈ കാണുന്നത് ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്റ്റോപ്സാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്താൽ അവരത് ഡിസ്പ്ലേയിൽ തരും. പിന്നെ ഇതാ ബ്ലൂ കളറിലെ ഫെരാരി. ഫെരാരി വേൾഡ് അബുദാബിയുടെ മെയിൻ അട്രാക്ഷൻ ഇതാണ്, ഫോർമുല റോസ റോളർ കോസ്റ്റർ. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ. അതിൻ്റെ സ്പീഡ് 240 km/h എന്നാണ്. അപ്പോൾ എല്ലാവരും അത് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. അതിൽ കയറിക്കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും വേറൊരു കോലമായി മാറും. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത്രയും സ്പീഡിൽ റോളർ കോസ്റ്ററിൽ പോയിട്ട് വരുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ അത് വെളിയിലേക്കാണ് ഇത് പോകുന്നത്, ഔട്ട്ഡോറാണിത്. പിന്നീട് തിരിച്ചത് അകത്തേക്ക് തന്നെ വരും. സെക്ഷൻ മുഴുവൻ ഫെരാരിയുടെ ഫോർമുല റേസ് കാർസിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിലെ വിന്നേഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വോളിൽ മുഴുവൻ ഈ ഹിസ്റ്ററിയാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഫെരാരി കാറുകളുടെ ഡിസ്പ്ലേയും വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊരു നല്ലൊരു ടൂറാണ്. അവർ ഗൈഡഡ് ടൂറും തരും. അതല്ല നമുക്കൊരു സെൽഫ് ഗൈഡഡ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ടൂറാണെങ്കിൽ നമുക്കിവിടെ ചെയ്യാം. ഇനി നമുക്കൊരു കിഡ്സിന് പറ്റിയ ഒരു
റൈഡിലേക്ക് പോകാം. പക്ഷേ കിഡ്സിൻ്റെ റൈഡാന്ന് വെച്ചിട്ട് എല്ലാവർക്കും പോകാം, വലിയവരും ചെറിയവരും എല്ലാവരും ഇതിൽ പോകുന്നുണ്ട്. പക്ഷെ നല്ലത് കേട്ടോ, ഇതൊരു ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു റൈഡാണ്. നമ്മൾ പെട്ടെന്ന് കുട്ടികളായി മാറുന്ന പോലെ തോന്നും. അതിനകത്ത് നമ്മളുടെ കയ്യിൽ അവരൊരു സാധനം തരും, അത് വെച്ചിട്ട് നമുക്ക് ഗെയിംസ് കളിക്കാം. ഇതാ ഇപ്പോൾ കാണാം, ഇതിനകത്താണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇതൊരു ചെറിയ കാറ് പോലെ ഇരിക്കും, പക്ഷേ ഇതിങ്ങനെ കുറച്ച് നേരെ പോകും, കുറച്ച് തിരിയും മറിയും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ വളരെ സേഫായിട്ടുള്ള ഒരു യാത്രയാണ് ഇതിനകത്തൂടെ. നമുക്ക് കയറാനുള്ള കാർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു ഡാർക്ക് ഏരിയയിലോട്ടാണ്. ആദ്യം നമുക്കൊന്നും മനസ്സിലാവത്തില്ല, ഇച്ചിരി കഴിയുമ്പോൾ അത് രസമാണത്. നമുക്കോരോ ടാസ്ക്കാണ് തന്നേക്കുന്നത്. അപ്പോൾ ആ കൈ ഇരിക്കുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഈ ടാസ്ക്കൊക്കെ ചെയ്യണം. ആദ്യം നമുക്ക് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ ടാസ്ക്കൊക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾക്കായിരിക്കും ഇത് വളരെ രസം. പക്ഷേ ഇതിനകത്ത് മുതിർന്നവരും ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു, എല്ലാവരും ഒക്കെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അധികം ടൈമില്ല, ഒരു 5 minutes ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ആ ഒരു 5 minutes ഒരു റൈഡ് ഇങ്ങനെ പോയിട്ട് കുറച്ച് കഥകളൊക്കെ മനസ്സിലായി, കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒക്കെ കണ്ട്, കുറച്ച് ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു. അതായത് കിഡ്സിന് യൂസ് ചെയ്യാനുള്ള ഫെരാരി കാറുകൾ. അവർ ഫെരാരി കാർ വെച്ചിട്ട് ആമ എഴയുന്ന പോലെ പോകുന്നതേ ഉള്ളൂ. ഇതൊരു വളരെ ഇൻഫോർമേറ്റീവായ ഒരു ടൂറാണിത്. ഇത് ഫെരാരിയുടെ ഫുൾ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഈ ടൂറിൽ കാണുന്നത്. നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കാറ് പോലത്തെ ഒരു സാധനത്തിൽ കയറിയിട്ട് ഒരു ഗൈഡഡ് ടൂറിൽ പോവുകയാണ്. അപ്പോൾ അതിന് പോകുന്നത് ഫെരാരിയുടെ ഓരോ സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിംഗ് and rotated 360 degrees to provide a series of tough protective layers in the customer's chosen color. For any color he desires. And it's in the final assembly the car is ready to be tested. A great many extraordinary people are involved in the making of a Ferrari. ഏരിയ ഇറ്റാലിയൻ തീമിൽ അവർ ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഫേസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒപ്പം കുറച്ച് ഇറ്റാലിയൻ തീംഡായിട്ടുള്ള ബൊട്ടീക്സ് പോലെയൊക്കെയുള്ള ഏരിയ ഉണ്ട്. ശരിക്കും നമ്മളതിൽ നടക്കുമ്പോൾ ഒരു ഇറ്റലി കൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് തരുന്ന രീതിയിൽ അവിടെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ് എല്ലാം കുറച്ചൊക്കെ എക്സ്പെൻസീവാണ്, എന്നാലും ഓക്കെയാണ്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങണം എന്നുള്ളതാണ് ഒരു രീതി. എവിടെ തിരിഞ്ഞാലും ഫെരാരി തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് ഗെയിംസിൻ്റെ ഏരിയ ഉണ്ട്. ചിലരൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് എത്രയോ പൈസയൊക്കെ കൊടുത്തിട്ട് ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കിട്ടും.
അതായി കുട്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെയുള്ള, കുട്ടിയല്ല ഒരു വലിയ ആളായിരുന്നു തോന്നുന്നു. ഈ റൈഡ് ഒരു ഫോർമുല റേസിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു റൈഡാണ്. അപ്പോൾ 2 ഇതിലൂടെ ഇങ്ങനെ മത്സരിച്ചിട്ട് കാറുകൾ പോകുന്ന രീതിയിലുള്ള ഒരു റൈഡ്. അപ്പം ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ കാണാമല്ലോ, 2 കൂട്ടരുടെ ഇങ്ങനെ ഒന്നിച്ച് മത്സരിച്ച് ഈ റോളർ കോസ്റ്ററിലൂടെ വരുന്നത്. ഇത് ഭയങ്കര സ്പീഡിലാണ്, ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സിൻ്റെ സ്പീഡിൽ കൂടുതലാണ് ഇത് വരുന്നത്. ഔട്ട്ഡോർ മാത്രമല്ല, കുറേ ഇൻഡോറും ഇങ്ങനത്തെ റൈഡ്സ് ഉണ്ട്. റോളർ കോസ്റ്ററും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷെ മറ്റേതിൻ്റെ അത്രയും സ്പീഡില്ലാന്നേ ഉള്ളൂ, കുറച്ചുകൂടെ സേഫായിട്ടുള്ള റൈഡ്സാണ്. അപ്പോൾ ഇത് കൂടുതലും ഫാമിലിയൊക്കെ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരുപാട് സുവനീർ ഷോപ്സ് ഇവിടെയുണ്ട്. ഫെരാരിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ട്സ്, ഒരുപാട് ആക്സസറീസ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരുപാട് സ്റ്റോറുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറുകളാണ്. അപ്പോൾ ഫെരാരിയുടെ കളക്റ്റബിൾ സാധനങ്ങളെല്ലാം ഇഷ്ടംപോലെ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ ഒരു അമേസിങ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോ മൊത്തമായിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കുറച്ചൊരു ഗ്ലിംസ് കാണിക്കുകയാണ്. ബേസിക്കലി അത് ഫെരാരിയുടെ ആ ഒരു ഡിസൈൻ മുതൽ മാനുഫാക്ചറിങ് വരെയുള്ളത് അവരൊരു തീമാറ്റിക് ആയിട്ട് ഒരു ഷോയുടെ രൂപത്തിൽ നല്ല ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ അവർ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് കാണിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പാർട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. ബാക്കി ഒരു ഫുൾ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നതും എല്ലാം ഫെരാരിയുടെ സ്റ്റോറിലുള്ള സാധനങ്ങളാണ്. കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകൾ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മോഡൽസ് ഒക്കെ ഉണ്ട് ഫെരാരിയുടെ. ഈവൻ ആ ഒരു ചെറിയ മോഡലിന് തന്നെ ഭയങ്കര വിലയാണ്. അവർ ഫെരാരി കാർ ഓൺ ചെയ്യുന്നത് പോലെ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ചെറിയ മോഡൽ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്പ്ലേക്കുള്ള സാധനങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് കാണാം. ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ വിലയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഡിസ്പ്ലേയിൽ അവരുടെ വിലയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫെരാരിയുടെ നല്ല ഭംഗിയുള്ള കപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ റെഡ് മാത്രമല്ലല്ലോ, യെല്ലോയും ബ്ലാക്കും അങ്ങനത്തെയൊക്കെ കളറുകളും ഇവിടെയുണ്ട്. അപ്പം പല കളറിലെ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ പല ടൈപ്പിലെ ഫെരാരിയുടെ മോഡൽസാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫെരാരി വേൾഡിലെ ടൂറിൻ്റെ കുറച്ച് പാർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.